ഉറങ്ങാൻ കഴിയാത്തതിൻ്റെ വിഷമം അത് ശരിക്കും അനുഭവിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ഗൗരവം എത്രമാത്രമെന്ന് മനസ്സിലാവുകയുള്ളൂ. ഏതാണ്ട് കഴിഞ്ഞ 2.5 വർഷത്തിലധികമായി തീരെ ഉറക്കം കിട്ടാതെ വിഷമിച്ച വ്യക്തിയായിരുന്നു ജോസ്. കഴിഞ്ഞ കുറേ നാളുകളായി അയാൾ സ്ലീപ്പിംഗ് പിൽസ് ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ടും ഉറക്കം ആവശ്യത്തിന് കൺപോളകളെ തഴുകുന്നില്ല എന്നുള്ളതാണ് ജോസിൻ്റെ പ്രശ്നം. ഉറങ്ങാത്തവരെ ഉറക്കുക എന്ന പ്രക്രിയ ഹിപ്നോസിസിലുണ്ട്. അതുകൊണ്ട് നമ്മളതിനെ മോഹനിദ്ര എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതായത് മോഹിച്ച് നാം സൃഷ്ടിച്ചെടുക്കുന്ന ഉറക്കം എന്നാണ് അതിൻ്റെ താത്വിക അർത്ഥം. അതിനാൽ ഹിപ്നോസിസിന് വിധേയമാകുന്ന മീഡിയം ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഉറക്കത്തിലേക്ക് വരികയാണ്. ഇവിടെ ഞാൻ ജോസിൻ്റെ പ്രശ്നമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 2.5 വർഷത്തിലധികമായി ജോസിൻ്റെ ഉറക്കം ഒട്ടും ശരിയാകുന്നില്ല. ഉറങ്ങുവാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. ഉറങ്ങുവാനായി അയാൾ ബെഡിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഉറക്കം ഒട്ടും തന്നെ കൺപോളകളിൽ വന്ന് തളർച്ചയായി ക്ഷീണമായി വന്നുവിടുന്നില്ല. ഇയാൾ ഈ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുക്കൽ എത്തിച്ചേർന്നത്. ഞാൻ ജോസുമായി സംസാരിച്ചു. എന്താണ് ജോസിൻ്റെ ഉറക്കത്തിൻ്റെ തടസ്സം, ജോസിൻ്റെ ഉറക്കമില്ലായ്മയുടെ കാരണം എന്താണ്? ഇതാണ് ഞാൻ ജോസുമായി സംസാരിക്കുമ്പോൾ തിരഞ്ഞുകൊണ്ടിരുന്നത്. ജോസ് ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ കഴിഞ്ഞ 2.5 വർഷത്തിലധികമായി തൻ്റെ ഭാര്യയുമായി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള സ്വരച്ചേർച്ചയില്ലായ്മ അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിന് തടസ്സമായി ഇപ്പോൾ നിൽക്കുന്നു. അയാളുടെ ഭാര്യയ്ക്ക് ഒരു പരപുരുഷനുമായി അല്പം അടുപ്പമുള്ളതായി ഇയാൾക്ക് തോന്നിത്തുടങ്ങി. ഇവരുടെ ദാമ്പത്യ ബന്ധത്തിൽ ഒരു കുട്ടിയുമുണ്ട്. കുട്ടിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും പരപുരുഷനിലുള്ള താല്പര്യം ഉണ്ടായിക്കൂടായികയില്ല. ഏതായാലും ജോസ് വല്ലാത്ത ഒരു ടെൻഷനിലായിരുന്നു. ജോസിൻ്റെ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി കൂടി ബന്ധപ്പെട്ടതാണ് എന്ന് എനിക്ക് വ്യക്തമായി. തൽക്കാലം അവിടേക്ക് കടക്കുവാൻ നിർവാഹമുണ്ടായിരുന്നില്ല. ജോസാണ് എൻ്റെ പേഷ്യൻ്റ്. ജോസിൻ്റെ ഭാര്യ പേഷ്യൻ്റ് അല്ല. ഏതായാലും ജോസിനോട് ഈ ടെൻഷൻ ഉപേക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു. ഹിപ്നോസിസിൽ ജോസിൻ്റെ മനസ്സിലെ അസ്വസ്ഥതയെ, ടെൻഷനെ നീക്കിക്കളഞ്ഞു. മനസ്സിന് റിലാക്സേഷൻ നൽകി. റിലാക്സേഷൻ തെറാപ്പിയിൽ ജോസ് ഒത്തിരി ഫ്രീ ആയിത്തീർന്നു. ജോസ് ഒത്തിരി ശാന്തതയിലേക്ക് വന്നു. തൻ്റെ ഭാര്യയ്ക്ക് ഒത്തിരി സ്നേഹം നൽകുവാൻ ജോസ് തീരുമാനിച്ചു. സ്നേഹം കൊണ്ട് അവളെ സ്വന്തമാക്കുവാനും തന്നിൽ ഉറപ്പിച്ചു നിർത്തുവാനും ജോസ് തീർച്ചപ്പെടുത്തി. അതായാലും ജോസ് ഉറക്കത്തിൻ്റെ പ്രശ്നത്തിൽ നിന്ന് പരിപൂർണമായും മോചനം നേടി. മോഹനിദ്രയിൽ നിന്ന് ജോസ് ഉണർന്നു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഹിപ്നോട്ടിസത്തിൻ്റെ അവസരത്തിൽ സുഖമായ ഉറക്കം തനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞു. ഹിപ്നോട്ടിസത്തിലെ നിദ്രയും സാധാരണ ഉറക്കവും രണ്ടും രണ്ടാണ് എന്ന് ജോസിന് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. അത് ഹിപ്നോസിസ് ട്രീറ്റ്മെൻറ്റിലേക്ക് നയിക്കുന്ന ഒരു ഹിപ്നോട്ടിസ്റ്റ് മാത്രമായിരിക്കാം അറിയുക. ഇവിടെ ഏതായാലും ജോസിൻ്റെ ഉറക്കമില്ലായ്മ പരിഹരിച്ചെടുക്കുവാൻ റിലാക്സേഷൻ തെറാപ്പി ഉപകരിച്ചു. ജോസ് ഒത്തിരി സന്തോഷവാനായി തീർന്നു. ജോസിനെ സന്തോഷത്തോടെ യാത്രയാക്കി. നാളുകൾ കഴിഞ്ഞു. ഏതാണ്ട് 1 മാസത്തിനു ശേഷം ജോസിനോട്
തിരിച്ചു വരണമെന്ന് പറഞ്ഞിരുന്നു. ജോസ് ഒരു മാസത്തിന് ശേഷം തിരിച്ചു വന്നു. അയാൾ ഒന്നല്ല 2 സന്തോഷമാണ് പങ്കുവെച്ചത്. ഒന്നാമത്തെ സന്തോഷം ഭാര്യയെ സ്നേഹം കൊണ്ട് തന്നോടൊപ്പം അടുപ്പിച്ചു നിർത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തേത് അയാളുടെ നിദ്രാഭംഗം ഏതാണ്ട് പരിപൂർണമായി മാറിയിരിക്കുന്നു. സുഖമായ ഉറക്കവും സുഖമായ സ്നേഹവും അയാൾ ഒരുമിച്ച് നേടി. എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള അനുഭവങ്ങൾ മൂലം ക്ലേശിക്കുന്ന പലരെയും അറിയാം. ഒരുപക്ഷെ നിങ്ങൾ പോലും എന്തെങ്കിലും കാരണവശാൽ ഉറക്കം ലഭിക്കാതെ ക്ലേശിക്കുന്നുണ്ടായിരിക്കാം. ഏതൊരു ടെൻഷനും ഉറക്കത്തിന് ഭംഗമായി വരാവുന്നതാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായ തകർച്ച മൂലമോ, മക്കളെ ഓർത്തോ, ഭാര്യയെ ഓർത്തോ, ഭാവിയെ ഓർത്തോ, മറ്റെന്തെങ്കിലും കടബാധ്യതകളെ ഓർത്തോ നിങ്ങൾക്ക് ഉറക്കം ശരിയാകുന്നില്ല എങ്കിൽ, നിങ്ങളുടെ ഉറക്കം ഇപ്പോൾ കൃത്യമായി സംഭവിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും മനസ്സിനെ റിലാക്സ് ആക്കുക, ടെൻഷനെ അകറ്റുക. തീർച്ചയായും നിങ്ങൾക്ക് സാധാരണ ഉറക്കത്തിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കും. ഉറക്കം അത് ശരിക്കും ആസ്വദിക്കാനുള്ളതാണ്, ശരിക്കും ആനന്ദിക്കുവാനുള്ളതാണ്. ഈ തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക, നന്നായി ഉറങ്ങുക, ഫ്രഷാകുക, നല്ല ഉന്മേഷത്തോടെ ഉണരുക. ഇതാണ് നമുക്കാവശ്യം.